ഹലോ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ നേരം. അപ്പോൾ ഇഞ്ചക്ഷൻ ലാസ്റ്റ് ഇവിടെ ഒന്നും തന്നു. അത് കഴിഞ്ഞ് പിന്നെ ബേബീസിനെ കാണിച്ചു. അവരെ NICU മാറ്റി. ICU ചെന്ന് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ ഒരു തവണ എങ്ങാണ്ട് കുഞ്ഞിനെ പാറി വിളിക്കാൻ പറ്റുന്നു. പിന്നെ രാവിലെ ആയിട്ട് സിസ്റ്ററിനെ വിളിക്കുവാണ്. സിസ്റ്റർ എന്നല്ല, ശരിക്കും അതൊരു മാലാഖിയാട്ടോ. ആ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരത്തെയും ഞാൻ ഫുൾ അനങ്ങാൻ മേലെ കിടക്കുന്നുണ്ട്. എനിക്ക് ഫ്രാക്ചർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അനങ്ങാൻ മേലായിരുന്നു. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ അടുക്കൽ എണീക്കാൻ പറ്റുമോ എന്ന് നോക്കാവോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് ഒട്ടും അനങ്ങാൻ പോലും പറ്റുമോ, ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റുന്നില്ല. ഡോക്ടർ വരുമ്പോൾ എന്നെ വഴക്ക് പറയും, സിസ്റ്റർ വഴക്ക് പറയും. അതായത് എന്നെ പല്ല് തേപ്പിക്കുക അല്ലെങ്കിൽ മുടി കെട്ടിത്തരൊക്കെ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് എന്നൊരു കാര്യം ചെയ്യാം, പഞ്ഞി വെച്ചിട്ട് എനിക്ക് പല്ല് തേച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ഞി വെച്ച് പല്ലെല്ലാം തപ്പിത്തന്നിട്ട് എനിക്ക് കുറച്ച് കാപ്പിയായിട്ട് ഇറ്റിട്ട് എനിക്ക് ഒഴിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു, ഗൈനക്കോളജിസ്റ്റും വന്നു, പിന്നെ എൻ്റെ ഓർത്തോ ഡോക്ടറും വന്നു. രണ്ടുപേരും വന്നു കഴിഞ്ഞ് പിന്നെ എക്സ്റേ റൂമിലോട്ടാണ് വിടുന്നത്. അപ്പോൾ എക്സ്റേ റൂമിലോട്ട് പോകുമ്പോൾ ശരിക്കും നന്ദന സിനിമ പോലെ ആയിരുന്നു. അതിനകത്ത് ലാലേട്ടൻ്റെ നായകൻ എൻ്റെ സൈഡിലേക്ക് പോകുന്ന പോലെ ഞാൻ എക്സ്റേ എടുക്കുന്ന റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നു, പക്ഷേ എന്നെ കാണുന്നില്ല, വിളിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ എക്സ്റേ റൂമിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് പറഞ്ഞു എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി പറയുന്ന പോലെ. പക്ഷെ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ C-സെക്ഷനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ C-സെക്ഷൻ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താനെന്ന് ആലോചിച്ചു. എനിക്ക് വളരെ ഒരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു C-സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം ട്വിൻസ് ആയിരുന്നു, ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് C-സെക്ഷൻ മാത്രമേ പറ്റുള്ളൂ. അതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം.